തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക പുതുക്കൽ ഓഗസ്റ്റ് 29 വരെ ഹിയറിംഗിന് അവസരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും സ്ഥാനമാറ്റത്തിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമൊക്കെയായി അപേക്ഷിച്ചിട്ടുള്ള അപേക്ഷകർക്ക് കൃത്യസമയത്ത് കൃത്യ തീയതിയിൽ ഹിയറിംഗിന് ഹാജരാകാൻ കഴിയാതിരുന്ന പലരും ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഇനി എന്തുണ്ട് പരിഹാരം? ഹിയറിംഗിന് ഇനി അവസരം ലഭിക്കുമോ എന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ആഗസ്റ്റ് 30 തൊട്ട് തലേ ദിവസം വരെ ഹിയറിംഗിനുള്ള അവസരം ലഭിക്കുന്നതാണ്. ഹിയറിംഗിന് കൃത്യതീയതിയിൽ കൃത്യസമയത്ത് ഹാജരാകാൻ കഴിയാതിരുന്ന അപേക്ഷകർക്ക് ആഗസ്റ്റ് 29 വരെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ ഹിയറിംഗിന് ഹാജരാകാവുന്നതാണ്.